UDF ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ ജയിക്കും. അതിലെ പാർലമെൻറ്റ് ഇലക്ഷൻ തെളിയിച്ച് ഒരുമാതിരി ക്ലീൻ ബൗൾഡായിരുന്നല്ലോ. അതിപ്പോഴും പിന്നെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൻ്റെ അകത്തൊക്കെ ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അങ്ങനെ ഒറ്റക്കെട്ടാണോ ഇപ്പോൾ? ഒറ്റക്കെട്ടാകാൻ കഴിയും. ഒറ്റക്കെട്ടാണെന്ന് ചോദിച്ചാൽ അതിങ്ങനെ മാറി മറിഞ്ഞ് നിൽക്കല്ലേ. അല്ല, ഈ കോൺഗ്രസിൽ ഇപ്പോഴും അവർക്ക് അവരുടെ ഇടയിലൊരു ഐക്യം ഉണ്ടായി എന്ന് വിചാരിക്കുന്നുണ്ട്. അവർക്കിടയിലൊരു തർക്കമില്ലേ? പിന്നെ ഐക്യം ഉണ്ടാകാനുള്ള പശ്ചാത്തലമുണ്ട് ഞാൻ പറഞ്ഞു കോൺഗ്രസിൽ. അതെ. നമ്മുടെ ഈ പൊതുസമൂഹം കാണുമ്പോഴേ മുൻപ് ഈ ഉമ്മൻചാണ്ടിയുടെ സമയം വരെ ഇപ്പൊ UDF-നൊരു നേതാവെന്ന് പ്രൊജക്ട് ചെയ്യാനായിട്ടൊരു നേതാവ് ഉണ്ടായിരുന്നു, ഉമ്മൻചാണ്ടിയാണ്. ഇപ്പൊ ഉമ്മൻചാണ്ടിയുടെ കൂടെ ആര് മത്സരിച്ചാലും നമുക്കറിയാം ഉമ്മൻചാണ്ടിയാണ്, അല്ലെങ്കിൽ അതിന് മുന്നേ ആന്റണിയാണ്. ഈവൻ ചെന്നിത്തല ആയിരുന്നപ്പോഴും ചെന്നിത്തല വരെയാണ്. പക്ഷെ ഇപ്പോ ഒരു 4-5 പേരുകൾ പറയുന്നുണ്ട്. അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കില്ലേ? ആ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അല്ല, UDF നിലയ്ക്കൊക്കെ ഇല്ലില്ല, അതൊരു പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നമൊന്നുമില്ല. അതിനെപ്പറ്റി കമൻറ്റ് പറയുന്നത് ശരിയാവില്ല. അല്ലല്ല, ഞാൻ ആ പാർട്ടിയുടെ കാര്യമല്ല ചോദിച്ചത്, UDF-ന്റെ കാര്യം ചോദിച്ചത്. അല്ല, UDF-ന്റെ ആണെങ്കിലും അത് സമയമാകുമ്പോൾ ഉണ്ടാവും. ഈ UDF-നകത്ത് ഒരു ക്രിസ്ത്യൻ ഒരു ലീഡേഴ്സ് ഇല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ KPCC പുതിയ പ്രസിഡന്റ് പോലും സാർ. അപ്പം ഇത് എങ്ങനെയാണ് സാർ കാണുന്നത്? അത് സാറിൻ്റെ ഒരു വിലയിരുത്തുന്നുണ്ട്. അത് പല ഫാക്ടേഴ്സ് കൊണ്ടാണ്. ക്രിസ്ത്യൻ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് സണ്ണി ജോസഫിനാക്കിയെന്ന് ഞാൻ കരുതുന്നില്ല. അല്ല, പക്ഷേ എനിക്കൊന്നും അതിന്റെ തുടർച്ചയായി ചോദിക്കാവുന്നത്, ഇപ്പൊ KPCC പ്രസിഡന്റായിട്ട് സണ്ണി ജോസഫ് വന്നു. പക്ഷെ അതുവരെ ഉമ്മൻചാണ്ടിക്ക് ശേഷം ഒരു മുതിർന്ന ക്രിസ്ത്യൻ നേതാവില്ലായ്മ കോൺഗ്രസ്സില്, UDF-ലല്ല, UDF-ൽ ഇപ്പോൾ താങ്കളെ പോലത്തെ നേതാക്കളുണ്ട്. കോൺഗ്രസിനകത്ത് മുതിർന്ന ക്രിസ്ത്യൻ നേതാവില്ലായ്മ അങ്ങനൊരു ഫീൽ ഉണ്ടായിട്ടുണ്ടോ അണികൾക്കിടയിൽ? ക്രിസ്ത്യൻ നേതാവെന്ന് അതെ, കോൺഗ്രസ് പാർട്ടിക്കകത്ത് എന്നൊക്കെ പറയാൻ പല ഫാക്ടേഴ്സ് അതിന് ഘടകമായി വന്നിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ കേരള കോൺഗ്രസ് തിരിച്ചു വരുന്ന എതിർക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 2 പാർട്ടിയായിട്ട് തന്നെ UDF-ൽ തുടരണമെന്നുള്ളതാണോ? അങ്ങനെയാണോ കേരള കോൺഗ്രസ്? അല്ല, ഞാൻ ആ വിഷയം ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ചർച്ച ചെയ്ത വിഷയം അല്ല, ഇപ്പോൾ ക്രിസ്ത്യൻ മെജോറിറ്റിയും ഈ പറഞ്ഞ പോലെ ഒരു BJP-ക്ക് ചെറിയൊരു മനസ്സുകൊണ്ട് ഉണ്ട്, പിന്തുണയുണ്ട്. കാരണം പ്രത്യക്ഷമായിട്ട് വന്നിട്ടില്ലെങ്കിലും അപ്പം നമ്മുടെ പാർട്ടിയൊക്കെ അപ്പോൾ ആ ഒരു അങ്ങനെയുണ്ടോ? ക്രിസ്ത്യൻ ഇത് BJP ചായവുണ്ടോ സാറിന്? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അത് ഓരോ സ്റ്റേറ്റുകളിലൊക്കെ കുറച്ച് വന്നിട്ടുണ്ട്. ഇപ്പം ഇപ്പടി വഖഫ് ബില്ല് വന്നപ്പം പിന്നെ അങ്ങനെ ചില ചർച്ചകൾ നടന്നു. പക്ഷേ അത് സീരിയസ് ആയിട്ട് ഒന്നുമില്ല, പറഞ്ഞ പോലെ ഒന്നും നടന്നില്ലല്ലോ. അല്ല, ഇതിനകത്ത് ഈ പറയുന്നത് ക്രൈസ്തവ സമൂഹം അസംതൃപ്തരാണ് എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അതായത് അവരുടെ പ്രശ്നം UDF വേണ്ട രീതിയിൽ, കേരളത്തിലെ UDF വേണ്ട രീതിയിൽ അവരുടെ കാര്യങ്ങളെ പരിഗണിക്കുന്നില്ല. LDF-ൻ്റെ ഭാഗത്ത് പൂർണ്ണമായിട്ടും അവർക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ വരുന്നു. ഇപ്പം ഒരുപാട് വിഷയങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഈ മറ്റേ വഖഫ് വിഷയത്തിൽ പിന്നെ UDF-ഉം LDF-ഉം ഒരുപോലെ നിലപാടെടുത്തു, വേണം ആ ബില്ലിനെതിരെ. അപ്പോൾ അത് ഇവർക്ക് ക്രൈസ്തവ സമൂഹത്തിന് ബില്ല് വേണം എന്നുള്ളതായിരുന്നു അവരുടെ, അല്ലെങ്കിൽ ചില ക്ലോസുകളെങ്കിലും വേണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. അപ്പോൾ അവർക്ക് എല്ലാം അസംതൃപ്തിയുണ്ട്. അത് ശരിക്കും അവർ BJP-യിലേക്ക് പോകാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നുണ്ട്, അങ്ങനെ തോന്നുന്നുണ്ടോ? BJP-യിലേക്ക് ഈ വഖഫ് ബില്ലിൻ്റെ കാര്യത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അവരുടെ നിലപാട് ശരിയല്ലെന്ന് തന്നെയായിരുന്നു ഞങ്ങളുടെ അഭിപ്രായം. കേരള കോൺഗ്രസ് അഭിപ്രായം. കേരള കോൺഗ്രസ് അഭിപ്രായം. 21-ന് UDF തിരിച്ച് ഭരണത്തിൽ വരുമെന്നൊരു വിശ്വാസം UDF-ലെ നേതാക്കൾ താങ്കൾക്ക് ഉണ്ടായിരുന്നു? അതോ വിശ്വാസം ഉണ്ടായിരുന്നോ? അതോ എപ്പോഴെങ്കിലും സംശയം തോന്നിയിട്ടുണ്ടോ? ഇല്ല, അന്നേരം ഒന്നും സംശയം തോന്നിയിട്ടില്ല. എന്തുകൊണ്ടാണ് വീണ്ടും LDF ഭരണത്തിൽ വന്നതെന്ന് എന്താ താങ്കളുടെ ഒരു വിലയിരുത്തൽ? അത് ഇപ്പം ഈ പറഞ്ഞ കിറ്റ് വിതരണം അങ്ങനെയുള്ള പല കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം അധികാരത്തിൽ തിരിച്ചു വരാൻ നല്ല സാധ്യതയുണ്ടെന്ന് പറയുന്നു. എന്താണ് 9 കൊല്ലം 10ാം കൊല്ലത്തേക്ക് വരുന്ന LDF സർക്കാരിൻ്റെ ഏറ്റവും 2-3 ഘടകങ്ങൾ താങ്കൾ കാണുന്നത്? അതായത് UDF തിരിച്ചു വരാൻ
ഇപ്പോൾ പറഞ്ഞ ഒരു കാര്യങ്ങളും നടപ്പാക്കിയിട്ടുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ ഇവിടെയാണ് ഇടുക്കി പാക്കേജ് 12,000 കോടി. അത് പ്രസ്താവന അല്ലാണ്ട് ഒന്നും നടപ്പാക്കിയിട്ടില്ല. പട്ടയം മുഴുവൻ ഇപ്പോൾ സ്റ്റേ ചെയ്തിരിക്കുക ഇവിടെ ഇടുക്കിയിൽ. ഞാനൊരു ഇടുക്കിയുടെ കാര്യം പറയാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ആരോഗ്യരംഗത്തെ കാര്യങ്ങളൊക്കെ ആവുന്നു ഇങ്ങനെയുണ്ട്. അതുകൊണ്ട് ഒത്തിരി നെഗറ്റീവ്സ് ഉള്ള ഒരു കാര്യമാണിപ്പോൾ. അത് ശരിക്കും ക്യാമ്പയിൻ നടത്തി ഉണ്ടായാൽ നടക്കും. ഓക്കെ. ഒരു ജനവിരുദ്ധത ഉണ്ട് അല്ലേ LDF സർക്കാരിന്? ഒരു ആന്റി ഇൻകംബൻസി, അത് നിലമ്പൂര് കണ്ടല്ലോ. ആന്റി ഇൻകംബൻസി ആണോ ജനപൂര്? ആന്റി ഇൻകംബൻസി ആണോ? ഭരണവിരുദ്ധ വികാരമാണോ അവിടെ? ഒരു ഫാക്ടർ, ഓരോ ഒറ്റ കാര്യമാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഭരണവിരുദ്ധ വികാരം ഉണ്ട് നമ്മുടെ ഒരു വിലയിരുത്തൽ. അതെ, അപ്പൊ അത് കൃത്യമായി ഉപയോഗിക്കാൻ പറ്റിയാൽ UDF തിരിച്ചു വരാം. തീർച്ചയായിട്ടും അതിന് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നാണ് നമ്മുടെ വിലയിരുത്തൽ. യെസ്. ഒരു കാര്യം കൂടെ, ഈ അടുത്ത തെരഞ്ഞെടുപ്പ് ഇപ്പം 2026 അടുത്ത വർഷം നടക്കാൻ പോവുകയാണ്. അപ്പോൾ താങ്കൾ അടുത്ത തവണ മത്സരിക്കുന്നുണ്ടോ? എങ്ങനെ? തീരുമാനിച്ചിട്ടില്ല. പാർട്ടിക്ക് പുതിയ നേതൃത്വം ഒക്കെ തയ്യാറാകുന്നുണ്ടെന്ന് അങ്ങനെ കേൾക്കുന്നുണ്ട്. നിങ്ങളുടെ മകന്റെ പേരൊക്കെ നല്ല ആക്റ്റീവായി ചർച്ചയിലുണ്ട്. അല്ല, നേതൃത്വം ഒരു കൂട്ടായ നേതൃത്വമാണല്ലോ. പാർട്ടിക്ക് ഒരു ചെയർമാൻ ഉണ്ട്. ചെയർമാൻ ഇല്ല, അത് ആ ലെവലിലേക്കൊന്നും ആലോചനയില്ല. അപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ എന്തെങ്കിലും ആലോചനയുണ്ടോ? അവൻ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. പാർട്ടി സ്ഥലത്ത് എല്ലാ സ്ഥലത്തും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം താങ്കൾ മത്സരിക്കുന്നില്ലെങ്കിൽ തൊടുപുഴയായിരിക്കും എന്നുള്ള രീതിയിൽ ഇങ്ങനെ? അതിപ്പം പറയുന്നില്ല.